അപർണ എന്ന പോലീസ് ഉദ്യോഗസ്ഥ വളരെ ചുറുചുറുക്കോടുകൂടി അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. റോഡിൽ തൃശ്ശൂർ വളരെ ട്രാഫിക് ബ്ലോക്ക് വന്നു. ഒരു ആംബുലൻസ് കടന്നു വരുന്നു, സൈറണൊക്കെ അടിച്ച് ലൈറ്റ് വിട്ട് കയറി വരികയാണ്. അതിനകത്ത് ഡ്രൈവറെ കൂടാതെ വേറെ 2-3 പേരെ കാണാനുമുണ്ട്. അപ്പോൾ ഇതിന് വഴിയില്ല, ആംബുലൻസ് കിടന്ന് സൈറണും അടിച്ച് കിടക്കുകയാണ്, ലൈറ്റും മിന്നിച്ച് കിടക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥ വളരെ ജാഗരൂകയായി ഓടി മുമ്പിലോട്ട് പോയിട്ട് അവർ കിലോമീറ്ററുകളാണ് ഓടി എല്ലാ വാഹനങ്ങളും മാറ്റി കൊടുത്തത്, ഈ ആംബുലൻസിന് കടന്നു പോകാൻ മാർഗമുണ്ടാക്കി. അത് അപർണയ്ക്ക് വലിയൊരു മൈലേജ് ഉണ്ടാക്കിയ കാര്യമാണ്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ ഞാനും അപർണയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഇത്രയും വലിയൊരു മനുഷ്യ സ്നേഹിയാണ് അപർണ, അതാണ് നമ്മൾ കണ്ടത്. അവരതിനു മുമ്പും ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു രോഗി ഒരാൾ മരിച്ച ഒരാളുടെ ഡെഡ് ബോഡി ആശുപത്രി കയറി വിട്ടുകൊടുക്കുന്നില്ല. അപ്പോൾ ആ ബോഡി വിട്ടുകൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പണം അടയ്ക്കാൻ കാശില്ല, കൈ കിടന്ന സ്വർണ്ണവള ഊരി കൊടുത്തു. അതുപോലെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് വിഗ് ഉണ്ടാക്കി മുടി വെക്കാനായിട്ട് അവരുടെ മുടി മുറിച്ചു കൊടുത്തു. ഇതൊക്കെ വലിയ കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. അതൊക്കെ വളരെയധികം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ഒരു കാര്യവുമാണ്. ഇപ്പോൾ ഇത് തന്നെ, ഈ സംഭവം തന്നെ വലിയൊരു മൈലേജാണ് അപർണയ്ക്ക് ഉണ്ടാക്കിയത്. മൈലേജ് ഉണ്ടാക്കിയത് മാത്രമൊന്നും അല്ല, അത് അതിനുവേണ്ടി ഒന്നും ചെയ്തതല്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥ അത്ര അന്തസ്സായിട്ട് നല്ല രീതിയിൽ ചുറുചുറുക്കോടുകൂടി സമയോചിതമായിട്ട് പ്രവർത്തിച്ചതാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇതിനൊരു പിന്നാമ്പുറ കളി ഉണ്ടായിരുന്നു. അത് ആ പാവം അറിഞ്ഞില്ല. എന്താണെന്ന് അറിയാം, ഈ ആംബുലൻസ് രോഗിയില്ല. ഇത് കണ്ടുപിടിച്ചത് അവിടുത്തെ MVI മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജു ആണ്. എനിക്ക് ഒരു സംശയം തോന്നി. അദ്ദേഹത്തിന് ഈ വീഡിയോ കണ്ടപ്പോൾ ഈ ആംബുലൻസിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സംശയം തോന്നി. അതിനകത്ത് രോഗിയില്ല എന്നൊരു തോന്നൽ വന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് അദ്ദേഹം അന്വേഷിച്ചിട്ട് നേരെ പോയിട്ട് ഈ ആംബുലൻസും ഡ്രൈവറെ ഇഞ്ഞു പൊക്കി കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് ഒരിക്കലും ഇത് കള്ളം പറയാൻ ഒക്കത്തില്ല. ഈ ആംബുലൻസ് രോഗി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം, രോഗി ഉണ്ടായിരുന്നു എന്ന് ഇയാൾക്ക് പറയാൻ ഒക്കത്തില്ല ഡ്രൈവർക്ക്. അതിൻ്റെ കാരണം എന്താ അറിയോ? രോഗി ഉണ്ടെങ്കിൽ ഏത് വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഈ ആംബുലൻസ് ഉപയോഗിച്ചത്, എവിടെ അഡ്മിറ്റ് ചെയ്ത് എവിടെ കൊണ്ടുവന്ന് കൊടുത്തു, ഇതെല്ലാം പറയണം. അത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ അയാൾ സമ്മതിച്ചു. അവൻ്റെ പേര് ഫയാസ് എന്നാണ് ആ ഡ്രൈവറുടെ പേര്. ഇതേപോലൊരു വൃത്തികെട്ടവനെ നമുക്ക് കാണാൻ കിട്ടുമോ? എന്നാൽ കിട്ടും. ഞാനിത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഇവന്മാർ കടന്നു പോകാനായിട്ട് ഒന്നുമില്ല. ഈ ആംബുലൻസിനകത്ത് വേറെ ആളുകൾ കയറി യാത്ര ചെയ്തിട്ട് യവന്മാരെ അടിച്ച് മിന്നി അങ്ങ് പോകും. അന്നേരം ഈ ലൈറ്റും ഇട്ട് ഈ സൈറനും അടിച്ചങ്ങ് പോകും. കാരണം ബാക്കി നമ്മുടെ എല്ലാ ആംബുലൻസിന് സൈഡ് കൊടുത്തില്ലെങ്കിൽ അതൊരു വലിയ ഒഫൻസുമാണ്. കാരണം ആംബുലൻസിന് വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ആംബുലൻസിന് വേണ്ടി പ്രത്യേകം ട്രക്കുണ്ട്. അമേരിക്കയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ട്രാക്കുണ്ട് ആംബുലൻസിന് വേണ്ടി. ഒരു ഇടത്തെ അറ്റത്തെ ട്രാക്ക് എന്ന് പറയുന്നത് വലിയ ഹൈവേകളിലെല്ലാം ലെഫ്റ്റ് സൈഡിലെ ട്രാക്ക് എന്ന് പറയുന്നത് ആംബുലൻസിന് വേണ്ടിയുള്ള ട്രാക്കാണ്. അത് പോലീസിനും ആംബുലൻസിനും അല്ലാതെ അതിലേക്ക് കടന്നു പോകാൻ പറ്റില്ല. അതാരും അവിടെ കയറാൻ പാടില്ല. പിന്നെ അത്യാവശ്യത്തിന് വല്ല വാഹനം എങ്ങാണം ബ്രേക്ക് ഡൗൺ ആയാലും കാണാം പുൾ ഓവറിന് ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. അതല്ലാതെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ആ രീതിയിൽ അത് കയറിപ്പോയാൽ ഒഫൻസാണ്, പ്രശ്നമാണ്. അത് പോലീസ് ട്രാക്ക് ചെയ്യും. അവർ ക്യാമറ കണ്ണാണ്. നമ്മുടെ AI ക്യാമറയൊന്നും അല്ല അവരുടെ കയ്യിലുള്ളത്. അവർ എവിടെ ആയാലും പിടിക്കും. ഒരിക്കൽ അത് എനിക്ക് ഉണ്ടായ അനുഭവം, അന്ന് ആദ്യം ഞാൻ അമേരിക്ക വരുമ്പോൾ, അത് 2016 വരുമ്പോൾ ഞങ്ങൾ ഈ നയാഗ്രയിലേക്ക് ട്രാവൽ ചെയ്യാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഉണ്ട്, ഞാനും വൈഫും ഉണ്ട്. ഈ മകള് ആണ്, 2 പെൺമക്കളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളാണ് വണ്ടി ഓടിക്കുന്നത്, മൂത്ത മകള് നന്നായിട്ട് ഡ്രൈവ് ചെയ്യും. പക്ഷേ ദൂരെ ഒരു പോലീസ് ചെക്കിങ് നടക്കുന്നത് മോള് കാണാതെ പോയി. അപ്പോൾ ഈ പോലീസ് ചെക്കിങ് നടത്തുമ്പോൾ അവർ റൈറ്റ് എക്സ്ട്രീം ട്രാക്കിൽ നിന്നാണ് അത് ഒരു പോലീസ് വണ്ടി കൈ കാണിച്ച് നിർത്തി. അപ്പോൾ അവിടെ ഒരു 4 ട്രാക്കൊക്കെയുള്ള റോഡാണ്. അപ്പോൾ ഈ മോള് ചെല്ലുന്നത് ഈ അറ്റത്തെ ട്രാക്കിൻ്റെ തൊട്ടിപ്പുറത്തെ ട്രാക്കിലൂടെയാണ് ഈ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ പരിശോധിക്കപ്പെടുന്ന വാഹനത്തിൻ്റെ ട്രാക്കാണ്. അവിടെ ദൂരെ അങ്ങനെ എത്തി ഒരു 100 മീറ്റർ മുമ്പേ ഒക്കെ ആയപ്പോഴത്തേക്ക് ഇത് കണ്ടു കഴിഞ്ഞുണ്ടെങ്കിൽ ലെഫ്റ്റിലെ ട്രാക്കിലേക്ക് അത് മാറ്റി കഴിഞ്ഞ് ഞങ്ങളങ്ങ് പോയി.
പറഞ്ഞു അത് ഒരു ചെറിയ കുഴപ്പം പറ്റിയോന്നൊരു സംശയം. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ കാണുന്നതിന് മുമ്പ് തന്നെ ട്രാക്ക് മാറണം. അതായത് ഇത് അവർ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ട്രാക്ക് മാറണമായിരുന്നു. കാരണം പോലീസ് ചെക്ക് ചെയ്യുമ്പോൾ ആ ട്രാക്കിലൂടെ പോയി കഴിഞ്ഞാൽ അവരെ അപായപ്പെടുത്താനാണ് എന്നൊരു ചാർജ് വരും പോലീസിനെ. അല്ലെങ്കിൽ അവരെ ഇൻറ്റിമിഡേറ്റ് ചെയ്യാൻ, ഭീതിപ്പെടുത്താനാണെന്നുള്ള ഒരു ചാർജ് വരും. അങ്ങനെ വരാം, പിടിക്കപ്പെടാം എന്നീ കുട്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴുണ്ട് ലൈറ്റ് ഇട്ട് വണ്ടി പുറകെ വരുന്നു കേട്ടോ. പുറകിൽ പാഞ്ഞു വരികയാണ്. വന്നപ്പോഴത്തേക്ക് ലൈറ്റ് അടിച്ച് കാണിച്ചു. അപ്പോഴേ മോള് വണ്ടി പുള്ളോവർ ചെയ്യാമെന്നാണ്, പുള്ളോവർ ചെയ്തു, സൈഡിലേക്ക് മാറ്റി. അപ്പോൾ എന്നിട്ട് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്ലാസ് ഒന്നും തുറക്കാൻ പാടില്ല വെഹിക്കിളിൻ്റെ. എന്നെ അവിടുന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അതിൽ നിന്ന് അയാൾ വണ്ടി തിറങ്ങി ഇനി അടുത്തോട്ട് വന്നു. ഞങ്ങളെ അനങ്ങാതിരിക്കുക, ആരും മൂവ് ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അനങ്ങാൻ പാടില്ല. നമ്മൾ അനങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. അതാണ്. കാരണം ഇത് ഈ വണ്ടി ഇരിക്കുന്ന ആരാന്നും അവർക്കറിയില്ലല്ലോ. എന്നിട്ട് മോളുടെ ഗ്ലാസ് തുറക്കാനായിട്ട് അയാൾ കൈ കാണിച്ചു. ബാക്കി ഞങ്ങളെയൊക്കെ അയാൾ വീക്ഷിക്കുന്നുണ്ട്, നോക്കി. നമ്മളൊക്കെ അനങ്ങാതിരിക്കുക. അപ്പോൾ ഈ ഗ്ലാസ് അഴിച്ചിട്ട് പറഞ്ഞു, സി യു ഹാവ് ഇൻറ്റിമിഡേറ്റഡ് മീ. അതാണ് പറയുന്നത്. നോ സാർ, ഞാനത് കണ്ടില്ല. അത് കാണണമായിരുന്നു. യു ആർ നോട്ട് കെയർഫുൾ. ഡ്രൈവ് ചെയ്യുന്ന അങ്ങനല്ല, കാണണമായിരുന്നു. അത് സോറിയൊക്കെ പറഞ്ഞു. ഒന്നുമില്ല, അനങ്ങാതെ ഒരു $600 ഫൈൻ എഴുതി കഴിഞ്ഞ് കൈ കൊടുത്തു. $600 എന്ന് പറഞ്ഞാൽ എത്ര രൂപയാവും ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരു 50,000 55,000 രൂപ വരും. അതാണ് അവിടുത്തെ ഫൈൻ. ഈ ചെറിയ കാര്യത്തിന് ഒന്നും ചെയ്തതല്ല ആ കുട്ടി, പക്ഷേ ഇങ്ങനെ വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അവിടെ ഈ ആംബുലൻസ് ഉപയോഗിക്കുന്നതോ, ഈ ആംബുലൻസ് ഉപയോഗിക്കുന്ന ഇതുപോലെ യാത്രയുടെ ആവശ്യത്തിന് ഉപയോഗിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും. ആംബുലൻസ് രോഗികൾക്കുള്ളതാണ്, അല്ലെങ്കിൽ ഡെഡ് ബോഡികൾക്കുള്ളതാണ്. അവർക്ക് കൊടുക്കുന്ന ഒരു വലിയ ഒരു കാര്യമാണ് ആംബുലൻസ്, അതിലുള്ള യാത്ര എന്ന് പറയും. അന്ത്യയാത്രയാണല്ലോ. അപ്പോൾ ഇതൊരിക്കൽ ഞാനൊരു സ്ഥലത്തേക്ക് പോയിട്ട് വരുമ്പോൾ, അപ്പോൾ അത് എൻ്റെ ഒഫീഷ്യൽ വാഹനത്തിലാണ് ഞാൻ വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു ആംബുലൻസ് വന്നു. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ആംബുലൻസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോഴെൻ്റെ വണ്ടി ഏത് വണ്ടിയായാലും അന്നും ഇന്നും അപ്പോഴും മാറ്റി കൊടുത്തേക്കണം. ഒരു ശകലം പോലും അതിനെ വിടാതിരിക്കരുത്. അപ്പോഴേ മാറ്റി. ഇത് ചീറിപ്പാഞ്ഞ് അങ്ങ് പോയി. അവിടോട്ട് ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ ഏതാണ്ട് ഒരു 10 കിലോമീറ്ററോളം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാണുന്നത് എന്തെന്നറിയോ, റോഡ് സൈഡിൽ ഒരു തട്ടുകട. ആ തട്ടുകടയുടെ അവിടെ ഇപ്പുറത്തെ ആംബുലൻസ് നിർത്തി. ആ ആംബുലൻസ് എനിക്ക് അറിയാവുന്ന ഒരു ആശുപത്രിയുടെ ആംബുലൻസാണ്. നിർത്തിയിട്ട് അതിൽ വന്ന 3 പേര്, ഈ ഡ്രൈവറും വേറെ 2 പേരുണ്ടായിരുന്നു. കാരണം അവന്മാർ ഒന്നീ രോഗിയെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ഡെഡ് ബോഡി കൊണ്ട് എവിടെങ്കിലും ആക്കിയിട്ട് തിരിച്ചു വരുന്നു. അതാണ് സംഭവം. ഈ ലൈറ്റും ഈ സൈറനും ഉണ്ട്, ഇട്ടുകൊണ്ടാണ് ഈ വന്നത്. അപ്പോൾ അവിടെ നിന്ന് അവർ ചായ കുടിച്ചിട്ട് സിഗരറ്റ് വലിക്കുന്നു. യവന്മാർ കാര്യം പറഞ്ഞ് ചിരിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഇതേപോലെ ഇതിട്ട് ലൈറ്റ് വിട്ട് പാഞ്ഞു വരുന്നു പോകാനായിട്ട്. ഞങ്ങളെ കടത്തി വിട്ടു. പക്ഷേ ഞാൻ ആ ഹോസ്പിറ്റൽ ഓണറെ എനിക്ക് പരിചയമുള്ളതുകൊണ്ട്, എൻ്റെ സുഹൃത്തായതുകൊണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നടപടി എന്തെങ്കിലുമൊക്കെ എടുത്ത് കാണും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇവന്മാർ യഥാർത്ഥത്തിൽ ഈ ആംബുലൻസ് ഡ്രൈവർമാർ ഇങ്ങനെ ചെയ്യുന്നവരെ ഉണ്ടല്ലോ, പിടികൂടിയാൽ അവൻ്റെയൊക്കെ ലൈസൻസ് തന്നെ ക്യാൻസൽ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ആംബുലൻസ് ഒരു കാരണവശാലും അവൻ ഓടിക്കാൻ പാടില്ല. മേലാൽ അവൻ ആംബുലൻസ് ഓടിക്കരുതെന്ന് എഴുതി കൊടുത്തോണം. അതുകൊണ്ട് അവൻ്റെ ജോലി പോകുമല്ലോ, കാര്യം തീരുമല്ലോ. അപ്പോൾ ഇവരെ വളരെ സംശുദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കണം. കമ്പാഷൻ ഒരുപാട് കാണണം ഈ ആംബുലൻസ് ഒക്കെ ഓടിക്കുന്ന ഡ്രൈവർ. ഒരു കോവിഡിൻ്റെ സമയത്ത് ഒരു പെൺകുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളല്ലോ. അല്ലാതെ പോയപ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ട് ആ വണ്ടി ഇട്ടിട്ട് അതിനെ ബലാത്സംഗം ചെയ്ത ഒരു ആംബുലൻസ് ഡ്രൈവറുണ്ട്, നമ്മൾ കണ്ട കാര്യമാണ്. എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ളവന്മാരുണ്ട്. ഇവനെയൊക്കെ ശരിയായിട്ട് ഡീൽ ചെയ്യണം. ഇവൻ്റെയൊക്കെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് മാത്രമല്ല, ഇവൻ്റെയൊക്കെ ഈ ലൈസൻസ് ആംബുലൻസ് അവൻ്റെ ജീവിതത്തിൽ ഇനി ഓടിക്കാൻ പാടില്ല. കാരണം അതൊരു പ്രത്യേക ക്വാളിറ്റി വേണം അതിന് എന്ന് ഉള്ള ഒരു ഉത്തരവ് അവന് കൊടുക്കണം. അവനെ ഇതിൽ നിന്ന് മാറ്റണം. കാരണം ഇത്രത്തോളം ചതിവ് ആരോടും കാണിക്കാൻ പാടില്ല. ഇപ്പോൾ ആ അപർണ ചെയ്ത ആ സേവനം ഉണ്ടല്ലോ, അതിനെ ആ സഹോദരിയോട് ചെയ്തേക്കുന്ന ഏറ്റവും വലിയ ചതിവല്ലേ ഇത്. അവരറിയുന്നില്ല ഇതിനകത്ത് രോഗിയില്ലെന്ന്. രോഗി ഉണ്ടെന്നുള്ള ധാരണയാണ്. കാരണം ലൈറ്റും, ആംബുലൻസിൽ ലൈറ്റും ഉണ്ട്, അതിൻ്റെ സൈറനും ഉണ്ട്. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും.
മാറിയില്ലെങ്കിലോ ഇനി ആളുകളും ഇതെന്താണെന്നറിയോ നോക്കും, യവന്മാർ വെറുതെ വരുന്നതാണ് എന്ന് പറഞ്ഞ് മാറിക്കൊടുക്കാതിരുന്നാലോ? ആളുകളത് ഈ മരണപ്പെടാൻ രോഗി ഉണ്ടെങ്കിൽ, അപ്പോൾ ഇത് രോഗി ഉണ്ടോയെന്ന് നോക്കാൻ പോലും ഉള്ള ഇത് ഒരു സമയം അവിടെ കിട്ടുന്നില്ല അപർണയ്ക്ക്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം ഒരു യഥാർത്ഥത്തിൽ അവരെ എല്ലാം ഇവൻ മുഖത്തടിച്ചതല്ലേ. ഇവനെ ഈ സേവനത്തിൽ നിന്നും മാറ്റണം.